ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മെയിൻലി 12th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം 12th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് എഞ്ചിനീയറിംഗ് നോക്കുന്ന ആൾക്കാർ ജെഇ അല്ലെങ്കിൽ കീം അല്ലെങ്കിൽ പല എക്സാംസ് അതുപോലെ ബിറ്റ്സാറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഇനി അതല്ല എഞ്ചിനീയറിംഗ് അല്ല നിങ്ങൾ ലോ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞ ക്ലാറ്റ് എഴുതിയിട്ടുണ്ടാവും, ബാക്കി കേരള എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഉള്ള ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന കുറച്ച് ഡൊമൈൻസ് ആണ് കോമേഴ്സ്, അതായത് ബികോം, ബി എ ആൻഡ് ബി എസ് സി. ബികോം, ബി എ ആൻഡ് ബി എസ് സി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മളുടെ മനസ്സിലോട്ട് വരുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ CUET ആണ്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. CUETയുടെ ഓൾറെഡി ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് നമ്മൾ കംപ്ലീറ്റ് സപ്പോർട്ട്, കോച്ചിങ്, മെന്റർഷിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബാച്ച് ഇപ്പോൾ ഓൾറെഡി നടക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ മുന്നോട്ട് കാണാം. ഇനി അതല്ല, അത് മിസ് ചെയ്ത ആൾക്കാർക്ക് ദിസ് ഈസ് ഓൾസോ എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഐ എം ടോക്കിംഗ് അബൌട്ട് NCTE. സോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പാർട്ടായിട്ട് NCTE എന്ന് പറയുന്ന ഒരു പുതിയ എൻട്രൻസ് എക്സാമിനേഷൻ വന്നിട്ടുണ്ട്. സോ CUET എന്ന് പറയുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണെങ്കിൽ NCTE എന്ന് പറയുന്നത് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു എക്സാമിനേഷൻ ആണ്. ആൻഡ് ഇത് വിൽ ഗിവ് യു അഡ്മിഷൻ ടു എ കോഴ്സ് കോൾഡ് ഇന്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. സോ കൺഫ്യൂസ്ഡ് ആവണ്ട. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഈ ടീച്ചിങ്ങിന് പോകുന്ന ആൾക്കാർ ഒരു BA അല്ലെങ്കിൽ BSc, ഒരു BCom അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു MA അല്ലെങ്കിൽ MSc, MCom ഒക്കെ എടുത്തതിന് ശേഷം ഒരു B.Ed സെപ്പറേറ്റ് B.Ed കോളേജിൽ പോയി പഠിച്ചതിന് ശേഷമായിരുന്നു ഈ ടീച്ചിങ് പ്രൊഫഷനിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ്സ് എ മിനിമം ക്രൈറ്റീരിയ, റൈറ്റ്? B.Ed വേണം എന്നുള്ളത്. പക്ഷെ ഇപ്പം ഈ NEP വന്നതിന് പിന്നെ ഇതൊരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ട് കൊടുക്കുകയാണ്. അതായത് 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് BSc പ്ലസ് B.Ed അല്ലെങ്കിൽ BCom പ്ലസ് B.Ed അല്ലെങ്കിൽ BA പ്ലസ് B.Ed എടുത്തിട്ട് പുറത്തു പോകാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ 12th കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പരീക്ഷ എഴുതാം. April 30th വരെ, അതായത് 5 ദിവസം കൂടെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണ്. ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത് ഇതിന്റെ ലിസ്റ്റ് ഓഫ് കോളേജസ് ആണ്. ഒന്നാമത്തെ ഇതിനകത്തുള്ള ഒരു മെയിൻ ഹൈലൈറ്റ് ഞാൻ കണ്ടത് IIT Kharagpur, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് IITs, ആൻഡ് ദെൻ IIT റോപ്പർ, IIT ജോധ്പൂർ, IIT ഭുവനേശ്വർ, അതായത് 4-5 IITസും പിന്നെ NITസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ മലയാളികളുടെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ബെസ്റ്റ് കോളേജസ് എന്ന് പറയാൻ പറ്റുന്ന NIT കാലിക്കറ്റ്, കൂടാതെ വൺ ഓഫ് ദി ബെസ്റ്റ് NITs പാൻ ഇന്ത്യ NIT വാറങ്കൽ, പുതുച്ചേരി, ത്രിപുര, ഇവരെല്ലാവരും ഈ പറയുന്ന പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. ഇവരെങ്ങനെയാണ് ഇത് ഓഫർ ചെയ്യുന്നത്? സോ ഐ ട്രൈ ടു ടോക്ക് വിത്ത് സമൺ ഫ്രം NIT കാലിക്കറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയത് കഴിഞ്ഞ വർഷമാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ 1 year പ്രോഗ്രാം. അതുകൊണ്ട് ഒരു ഫസ്റ്റ് ബാച്ച് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഈ ഒരു പ്രോഗ്രാം ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു അബദ്ധമായി പോകുന്നു പറയുന്ന ഒരു അവസ്ഥയിൽ എത്താനുള്ള സാധ്യത തീരെയില്ല. വൈ? ബിക്കോസ് ബൈ 2030 എല്ലാ B.Ed കോളേജസും അങ്ങനെയുള്ള പ്രൈവറ്റ് B.Ed കോളേജസ് ക്ലോസ് ഡൗൺ ചെയ്യാനാണ് പ്ലാൻ. ആൻഡ് ഇനി അങ്ങോട്ട് ഈ പറയുന്ന ഒരു കോഴ്സ് ഉള്ളവർക്കായിരിക്കും ടീച്ചിങ്ങിൽ ഒരു പ്രിഫറൻസ് കിട്ടുക. ഒന്ന്, ഇനി നിങ്ങൾക്ക് ടീച്ചിങ്ങിന് പോകണ്ടെന്ന് വിചാരിക്കുക, സ്റ്റിൽ ദിസ് ഈസ് എ ഗുഡ് പ്രോഗ്രാം. ബിക്കോസ് ഈ NITയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ IITയിലാണെന്നുണ്ടെങ്കിൽ you can easily get into an IIT or an NIT, do a course for like around 3 years. 3 years കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് B.Ed ഇല്ലാതെ തന്നെ എക്സിറ്റ് അടിക്കാം. അതായത് 3 വർഷം കഴിയുമ്പോൾ BSc കൊണ്ട് നിങ്ങൾക്ക് അവിടെ NITന്നോ IITsന്നോ ഇറങ്ങാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ഒരു BSc കഴിഞ്ഞ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ഇൻ ദ സെൻസ് പ്ലേസ്മെന്റ് എടുത്ത് പോകണമെങ്കിൽ അങ്ങനെ, റിസർച്ചിന് വിദേശത്ത് പോയി മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഇനി ഇന്ത്യയിലാണെങ്കിൽ JAM എന്ന് പറയുന്ന എൻട്രൻസ് എഴുതിയിട്ട് IITs NITസിൽ തന്നെ MScക്ക് പോവാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ ടീച്ചിങ്ങിന് പോവാം. ഇനി അതല്ല PhD ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതല്ല വേറെ എന്തെങ്കിലും IT ജോബ്സിൽ പോകണമെങ്കിൽ അതിന് പോവാം. സോ ബേസിക്കലി ഒരു BSc കാൻഡിഡേറ്റിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ കിട്ടും. പ്ലസ് ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് BSc എടുക്കുന്ന പോലെ അല്ല, യു ക്യാൻ സ്റ്റഡി ഇൻ ആൻ IIT ഓർ യു ക്യാൻ സ്റ്റഡി ഇൻ ആൻ NIT. അതും IIT Kharagpur പോലുള്ള കോളേജ് ഇത് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദി ഫ്യൂച്ചർ ഈസ് വെരി വെരി ബ്രൈറ്റ് എന്നാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്. വേറൊരു കാര്യം ഞാൻ ചോദിച്ചു, ഇതിന് എന്തെങ്കിലും പ്ലേസ്മെന്റ് സപ്പോർട്ട് നിങ്ങൾ NIT IIT പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും? IITന് കിട്ടുന്ന പോലത്തെ പ്ലേസ്മെന്റ് ഇവിടെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റിയത്, ഈ പല കമ്പനീസും വരുന്ന സമയത്ത് ബിടെക്കിൽ തന്നെ അങ്ങനെ ഇന്ന ഡൊമൈനിൽ തന്നെ, അതായത് കമ്പ്യൂട്ടർ സയൻസുകാരെ തന്നെ വേണം എന്ന് പറയാത്ത കമ്പനീസ് ഉണ്ട്. സേ IT കമ്പനീസ് അല്ലെങ്കിൽ ഈവൻ ഈ ആകാശ്, ഫിഡ്ജി പോലെയുള്ള അങ്ങനെയുള്ള കമ്പനീസ് ഒക്കെ വരുന്ന സമയത്ത് ദേ മൈറ്റ് ഗിവ് എ പ്രിഫറൻസ് ടു BSc, ഐ മീൻ ദിസ് ഇന്റഗ്രേറ്റഡ് ഈ പറയുന്ന NCTE എഴുതി ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിനുമുള്ള ചാൻസസ് ഉണ്ട്.
പിന്നെ ജനറൽ തമ്പ് റൂൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഐ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. IITs, IIMs അല്ലെങ്കിൽ ഈവൻ NITs ഫോർ ദാറ്റ് റീസൺ യു ക്യാൻ ട്രസ്റ്റ്. ലൈക്ക് ഇറ്റ്സ് എ നാഷണൽ ലെവൽ ബ്രാൻഡ്. സോ ഇതൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ്. ആൻഡ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ എന്തായാലും കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സോ വിൽ ബി ഡൂയിങ് എ കോംപ്രിഹെൻസീവ് 1 month ക്രാഷ്. ബിക്കോസ് നമുക്ക് 1 മാസമേ കിട്ടുള്ളൂ. അടുത്ത 5 days ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കും. യു ക്യാൻ രജിസ്റ്റർ ഇൻ ദ ലിങ്ക്, അത് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ വൺസ് യു രജിസ്റ്റർ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് ടെലിഫോണിക് ഇന്റർവ്യൂ ത്രൂ നിങ്ങളുമായിട്ട് സംസാരിച്ചതിന് ശേഷം യു വിൽ ബി ഗെറ്റിംഗ് എ മെയിൽ. വൺസ് യു ഗെറ്റ് എ മെയിൽ യു ക്യാൻ ഓൺ ബോർഡ് ടു ദി പ്രോഗ്രാം. ആൻഡ് നമ്മൾ മെയ് 1 തൊട്ട് മെയ് എൻഡ് വരെ ഒരു 1 month പാക്ഡ് ആയിട്ട്, അതായത് അത് അത്ര റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല. പാക്ഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് മോക്ക് ടെസ്റ്റും ഡൊമൈൻ സെഷൻസും കാര്യങ്ങളും ഒക്കെ തന്നതിന് ശേഷം നിങ്ങളെ ഈ എക്സാമിന് വേണ്ടി വിടുന്നതാണ്. സോ CUET ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ബാക്കപ്പ് ഓർ ഗുഡ് സപ്ലിമെന്ററി ഓപ്ഷൻ. ഐ മീൻ CUET-യേക്കാളും മുകളിൽ വേണമെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി IITs NITs മാത്രമല്ല, there are also colleges like പഞ്ചാബ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, മിസോറാം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ BA B.Ed കൊടുക്കുന്നുണ്ട്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി BSc കൊടുക്കുന്നുണ്ട്, BA കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരുപാട് സെൻട്രൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഈ പറയുന്ന പ്രോഗ്രാം ത്രൂ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് നിങ്ങളിത് അറിയാതെ പോകരുത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളതിനെ കുറിച്ച്. ബിക്കോസ് ഒരു ലുക്രേറ്റീവ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ആൻഡ് ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ ഈസ് ഓൾസോ പ്രൊവൈഡിങ് കോച്ചിങ് ഫോർ ദി സെയിം, വിച്ച് വിൽ ബി കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ഫോർ ദി സെലക്ടഡ് സ്റ്റുഡൻസ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഡു അപ്ലൈ. ഇതിന്റെ രജിസ്ട്രേഷൻ ഡേറ്റും തീരുന്നതിന് മുന്നേ തന്നെ രജിസ്റ്റർ ചെയ്യുക. ആരും ഈ ഒരു ഡേറ്റ് മാറിപ്പോകാതിരിക്കുക. സോ ഇത്ര തന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് ദി വീഡിയോ. ബൈ.